സംസ്ഥാനത്തെ 108 ആംബുലൻസുകളിലെ ജീവനക്കാർ സമരം കടുപ്പിച്ചു. ഇതോടെ 108 ആംബുലൻസുകളുടെ സേവനം സംസ്ഥാനത്ത് നാമമാത്രമായി ചുരുങ്ങി. ജൂൺ മാസത്തെ ശമ്പളം ഇനിയും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം നടക്കുന്നത്. കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘവും സർക്കാർ അനുകൂല സംഘടനയായ CITയുമാണ് സമരം നടത്തുന്നത്. ജൂലൈ മാസം പകുതി കഴിഞ്ഞിട്ടും 108 ആംബുലൻസ് സേവന രംഗത്ത് ജോലി ചെയ്യുന്ന 1600-ലധികം വരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്ന EMRI ഗ്രീൻ ഹെൽത്ത് സർവീസ് എന്ന കമ്പനിക്ക് സംസ്ഥാന സർക്കാർ പണം നൽകാത്തതിനാലാണ് ശമ്പളം മുടങ്ങിയത്. കമ്പനിക്ക് നാളിതുവരെ നൽകിയ സേവനത്തിനുള്ള പ്രതിഫലത്തിൽ 70 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. കേരളത്തിൽ സൗജന്യമായി കേരളത്തിലെ ആശുപത്രികളിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന 108 ആംബുലൻസ് ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ 108 ആംബുലൻസ് സർവീസ് നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കരാർ നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം ഇന്നുവരെയായി കൃത്യമായ ശമ്പളം നൽകാൻ 108 ആംബുലൻസിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു തരത്തിലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഇനി 108 ആംബുലൻസുകൾ ഓടിക്കൂ എന്നതാണ് കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘത്തിന്റെ നിലപാട്. ഗർഭിണിയായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സയ്ക്കാകും ഇത്തരത്തിൽ പരിഗണന നൽകുക. സംസ്ഥാനത്ത് 325-ലധികം ആംബുലൻസുകളാണ് നിലവിൽ 108 എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിൽ രോഗികൾക്ക് സൗജന്യ സേവനം നൽകിപ്പോന്നത്. 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള കരാർ ഏപ്രിലിൽ അവസാനിച്ചിട്ടും പുതിയതായി ടെൻഡർ നടത്താൻ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ജനം, കൊച്ചി.